ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ബീഫ് കുറുമ തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് സ്പൈസസ് ഒക്കെ വളരെ കുറച്ചെടുത്തത്. അപ്പോൾ ഇത് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല, ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതിലേക്ക് ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ തന്നെ ഇടുമ്പോൾ അങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ വേറെ പുഴുങ്ങേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കാം. ഇനി ആ സമയം കൊണ്ട്, അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാലയൊന്ന് തയ്യാറാക്കാം. മസാല മീൻസ് ഇതിലേക്ക് കുറച്ച് സബോളയും മറ്റുമൊക്കെ ഒന്ന് വഴറ്റിയിടാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇത് രണ്ടും അരിഞ്ഞെടുത്തേക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്ത് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. ഒരുപാട് കിടന്ന് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഈ സമയം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സബോള ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു സബോളയാണ് എടുത്തിട്ടുള്ളത്, കനം കുറഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബീഫും വളരെ കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ചെടുത്തേക്കുന്നത്. വെറും 200 ഗ്രാം മാത്രമേ ബീഫ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂടുതലിടണം. ക്യാപ്സിക്കം ചേർത്തു. അപ്പം തന്നെ ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ബീഫ് കണ്ടില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കുന്നത്, മസാലപ്പൊടികളൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ സബോളയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ബീഫ് നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല, തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ സബോളയ്ക്കകത്ത് കിടന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഓൾറെഡി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കുക. അപ്പം നല്ലപോലെ ഒന്ന് കുറുകി വരും ചാറ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ. അധികം കട്ടിയില്ല, എന്നാലും അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിനകത്ത് കിടന്നിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പം നമ്മളിപ്പോൾ ഒഴിച്ച തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ ബീഫും മറ്റ് സബോള അങ്ങനെയുള്ള എല്ലാം കൂടെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി വരണം. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇതിനൊക്കെ കിട്ടണം. അപ്പം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്. അപ്പോൾ കറി ഓൾറെഡി നല്ല ചൂടുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പം ഒന്ന് ചൂടായിക്കോളും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്. നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പത്തിരിക്കോ ഒക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.